ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. 6 വ്യത്യസ്ത രീതിയിലുള്ള സ്പെക്കുലേറ്റീവ് വ്യൂസ് ആണ് നമുക്ക് ഒരു സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് എസ്പെഷ്യലി ഷോർട്ട് ടേമിൽ എടുക്കുവാൻ കഴിയുന്നത്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് 6 രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഷോർട്ട് ടേമിലേക്കുള്ള ഒരു സ്ട്രാറ്റജികൾ ഡിസൈൻ ചെയ്യുവാൻ ഈ ഒരു കാഴ്ചപ്പാടിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ആദ്യത്തേത് എക്സ്ട്രീം ബുള്ളിഷ് ആണ്. സ്റ്റോക്ക് ഒരുപാട് മുകളിലേക്ക് പോകും എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതായത് സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്റ്റോക്ക് പ്രൈസ് ഒരുപക്ഷെ നമ്മൾ ഒരു 45 ദിവസത്തെ എക്സ്പയറിയുള്ള ഓപ്ഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് സ്ട്രാറ്റജി ഒക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്സ്ട്രീം ബുള്ളിഷ് മീൻസ് അത് വളരെ വലിയ രീതിയിൽ മുകളിലേക്ക് പോകും എന്നാണ് നമ്മൾ എടുക്കുന്ന വ്യൂ. അതനുസരിച്ചുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കണം. ഈ ഒരു എക്സ്ട്രീം ബുള്ളിഷ് ആകുവാൻ നമ്മൾ പരിഗണിക്കുന്ന ചില ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒന്ന് ബ്രേക്ക് ഔട്ട് അബൌട്ട് കീ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം നമ്മൾ കണ്ടു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപക്ഷെ റിസൾട്ട്സ് ഒക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഏർണിങ്സ് റിപ്പോർട്ടാണെങ്കിൽ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനൊക്കെ ഉള്ള ചാൻസ് ചില സ്റ്റോക്കുകൾക്കുണ്ടാവാം. മറ്റെന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് സൂപ്പർ ട്രെൻഡ് പോലെയുള്ളവ അല്ലെങ്കിൽ ഒരു അപ്വേർഡ് ട്രെൻഡ് കാണിക്കുന്ന ഒരു സാഹചര്യം, അതും അല്ലെങ്കിൽ അനലിസ്റ്റുകൾ ഇതിന് ഈ ഒരു സ്റ്റോക്കിനൊരു അപ്ഗ്രേഡ് കൊടുത്തു അവരുടെ റേറ്റിങ്ങിനകത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു ബുള്ളിഷ് സ്ട്രാറ്റജി നമുക്ക് ചെയ്യേണ്ടി വരാറുള്ളത്, അല്ലെങ്കിൽ ബുള്ളിഷ് വ്യൂ എക്സ്ട്രീം ബുള്ളിഷ് വ്യൂ എടുക്കേണ്ടി വരുന്നത്. പക്ഷേ ഈ ഒരു വ്യൂവിന് ചില റിസ്ക് ഉണ്ട്. ഓവർ വാല്യുവേഷൻ ആണ്. സ്റ്റോക്ക് ഒരുപക്ഷെ ഇവിടെ വരെ വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ തന്നെ ഓവർ വാല്യുവേഷൻ ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ തിരിച്ച് താഴേക്ക് പോകാം. മറ്റൊന്നൊരു ബബിൾ ഫോർമേഷൻ ആണ്. ബബിൾ ഫോർമേഷൻ മീൻസ് മൂല്യവുമായിട്ട് ബന്ധമില്ലാതെ എക്സ്ട്രീം പ്രൈസ്. ബബിൾ മീൻസ് ദർ ഇസ് നത്തിങ് ബട്ട് എയർ. അതിനകത്ത് എയർ മാത്രമേ ഉള്ളൂ. ശരിക്കുമുള്ള വാല്യൂ അവിടെ ഉണ്ടാവണമെന്നില്ല ആ ഒരു ലെവലിൽ ഉള്ള പ്രൈസുകൾക്ക്. അതായത് അത്രയും വർത്ത്, അത്രയും വാല്യൂ ആ ഒരു സ്റ്റോക്കിന് ആ ലെവലിൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിലും അത് താഴേക്ക് വരും. അത് രണ്ടുമാണ് റിസ്കുകളായിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തെ വ്യൂ മോഡറേറ്റ് ബുള്ളിഷ്. മോഡറേറ്റ് ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഒരുപാട് മുകളിലേക്ക് പോകണം എന്നില്ല, എന്നാൽ ഒരു മിതമായ നിരക്കിലുള്ള ബുള്ളിഷ് മൂവ്മെന്റ്, സ്റ്റോക്കിന്റെ വില കുറച്ച് മുകളിലേക്കൊക്കെ പോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഒരു ഗ്രാജുവൽ അപ്ട്രെൻഡ് വളരെ പതുക്കെയുള്ള ഒരു അപ്ട്രെൻഡാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഏർണിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇതിനൊരു സാധ്യത ചിലപ്പോൾ ഉണ്ടായേക്കാം. മാർക്കറ്റ് സെന്റിമെന്റ് മൊത്തത്തിൽ ഒന്ന് പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് ഒരു പക്ഷേ കുറച്ചൊക്കെ മുകളിലേക്ക് പോയേക്കാം. റിസ്ക് എക്സ്പെക്ടേഷൻസ് മിസ്സായാൽ മുകളിലേക്ക് പോകാതിരിക്കാം, അല്ലെങ്കിൽ താഴോട്ട് പോകാം. വൊളാറ്റിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസിന്റെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഏതെങ്കിലുമൊക്കെ ദിശയിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മോഡറേറ്റ് ബുള്ളിഷ് ആവണമെന്നില്ല. മൂന്നാമത്തെ വ്യൂ ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, പക്ഷേ അത് ഏകദേശം നമ്മൾ കണക്കിലെടുക്കുന്ന കാലയളവിനുള്ളിൽ ഒരുപക്ഷെ അവിടെ തന്നെയോ അല്ലെങ്കിൽ കുറച്ച് മാത്രം മുകളിലേക്കോ അല്ലെങ്കിൽ കുറച്ച് മാത്രം താഴേക്കോ ഒക്കെ വന്ന് പൊസിഷൻ ചെയ്യുവാനുള്ള ഒരു സാഹചര്യം. ഇത് ന്യൂട്രൽ സ്ട്രാറ്റജിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡിങ്ങിൽ പിന്നെ സ്റ്റോക്ക് ട്രേഡിങ്ങിൽ സ്ട്രാറ്റജികൾ ഇല്ല എങ്കിലും വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജികൾ ഓപ്ഷൻ സെല്ലിങ്ങിലാണ് ഉള്ളത്. എസ്പെഷ്യലി ഷോർട്ട് സ്ട്രാഡിൽ പോലെയുള്ളവ, അയൺ കൗണ്ടർ പോലെയുള്ള സ്ട്രാറ്റജികളാണ് നമ്മൾ ന്യൂട്രൽ വ്യൂവിൽ ഉപയോഗിക്കാറുള്ളത്. ഇതോടൊപ്പം അറ്റ് ദ മണി കവേർഡ് കോളും അറ്റ് ദ മണി കവേർഡ് പുട്ടും ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. സോ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി ന്യൂട്രൽ സ്ട്രാറ്റജിയാണ്. കാരണം ന്യൂട്രൽ സ്ട്രാറ്റജിയിൽ ക്യാഷ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് മറ്റ് ട്രേഡിംഗ് ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. സ്റ്റോക്ക് മൂവ് ചെയ്താലേ നമ്മൾ ലോങ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. മൂവ് ചെയ്യുന്നില്ല എങ്കിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരേ ഒരു സാഹചര്യം ഓപ്ഷൻ സെല്ലിംഗ് ആണ്. പലപ്പോഴും പല സ്റ്റോക്കുകളും ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കാറുള്ളത്. ഓക്കെ, സ്റ്റേബിൾ പ്രൈസ് ആക്ഷൻ, വളരെ വലിയ ഒരു മൂവ്മെന്റ് കാണാത്ത സാഹചര്യം, മറ്റു കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതായത് പുതിയ എന്തെങ്കിലും ആ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളൊന്നും വരാനില്ല, അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ റിസൾട്ട്സുകൾ ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല.
ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സിഗ്നലാണ് നമുക്ക് തരുന്നത്. പിന്നെ സൂപ്പർ ട്രെൻഡും അതുപോലെയുള്ള മറ്റു പല ഇൻഡിക്കേറ്റേഴ്സ് ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ലും ബൈയും ഒക്കെ കാണിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നമുക്ക് ഒരു പക്ഷേ ഒരു അസസ്മെന്റ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വ്യൂ എടുക്കാൻ സാധ്യമാണ്. ന്യൂട്രൽ വ്യൂ. റിസ്ക് മീൻസ് അൺആന്റിസിപ്പേറ്റഡ് ഷിഫ്റ്റ്സ് ഇൻ മാർക്കറ്റ് സെന്റിമെന്റ്. നമ്മൾ കണക്കിൽ ഉൾക്കൊള്ളിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കരുതാത്ത ചില മൂവ്മെന്റുകളും ഒരു പക്ഷേ വന്നേക്കാം. മാർക്കറ്റാണ്, എന്ത് സംഭവിക്കാം. അതാണ് ഇവിടുത്തെ റിസ്ക്. നാലാമത്തെ കാറ്റഗറി മോഡറേറ്റ് ബിയറിഷ് ആണ്. എന്താണ് മോഡറേറ്റ് ബിയറിഷ്? എക്സ്പെക്ടേഷൻ ഓഫ് സം ഡിക്ലൈൻ ഇൻ ദ സ്റ്റോക്ക് പ്രൈസ്. ചെറിയ തോതിലാണെങ്കിലും ഒരു സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് മോഡറേറ്റ് ബിയറിഷ്. സ്ലഗിഷ് പ്രൈസ് ആക്ഷൻ ചെറിയ രീതിയിൽ താഴേക്ക് പോകുന്നു, അതായത് പ്രൈസ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം, വളരെ വലിയ മൂവ്മെന്റ് വരുന്നില്ല. മറ്റൊരു ഇൻഡിക്കേഷൻ, റിസൾട്ട്സ് നല്ല രീതിയിലല്ലാത്ത റിസൾട്ട് വന്നാലും ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വിട്ടുമാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ സ്റ്റോക്ക് ചെറിയതായിട്ട് താഴേക്ക് വരാം. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ചെറിയ ബിയറിഷ് മൂവ്മെന്റ് കാണിക്കുന്നു. അതൊക്കെയാണ് മോഡറേറ്റ് ബിയറിഷിന്റെ ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടുത്തെ റിസ്കുകൾ ഓവർ റിയാക്ഷൻ്റെ നെഗറ്റീവ് സെന്റിമെന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഓവർ റിയാക്ഷൻ, അത് ഇതിനകത്തൊരു റിസ്ക്കാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് അവിടെ നടക്കണമെന്നില്ല. അൺഎക്സ്പെക്റ്റഡ് പോസിറ്റീവ് കാറ്റലൈസ് കോസിംഗ് പ്രൈസ് റിവേഴ്സൽ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, അതായത് പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില നീക്കങ്ങൾ ആ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിൽ നടന്നാൽ ഒരുപക്ഷെ തിരിച്ച് മുകളിലേക്ക് സ്റ്റോക്ക് പോയേക്കാം. അതും ഇതിനകത്തെ ഒരു റിസ്ക്കാണ്. അഞ്ചാമത്തെ കാറ്റഗറി എക്സ്ട്രീം ബിയറിഷ് ആണ്. അതാണ് നേരെ എക്സ്ട്രീം ബുള്ളിഷിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതിനും പറ്റുന്ന രീതിയിലുള്ള ചില സ്ട്രാറ്റജികളുണ്ട്. അതൊക്കെ ഞാൻ കവർ ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോസിൽ. സ്ട്രോങ് ബിലീഫ് ഇൻ സിഗ്നിഫിക്കന്റ് പ്രൈസ് ഡീക്ലൈൻ. പ്രൈസ് ഒരുപാട് താഴേക്ക് പോകും എന്നുള്ള ഒരു കാഴ്ചപ്പാട്, സ്ട്രോങ് ആയിട്ടുള്ള കാഴ്ചപ്പാടാണ്. നമുക്കത് കൺവിക്ഷൻ വേണം. ഇത് സപ്പോർട്ട് ലെവലുകളൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വീണ്ടും താഴേക്ക് പോയേക്കാം എന്ന് തോന്നുന്ന ഒരു സാഹചര്യം. അതല്ലെങ്കിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വലിയ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുന്ന സാഹചര്യം, ഫണ്ടമെന്റൽസ് തകരാറിൽ ആയി കിടക്കുന്ന സാഹചര്യം ഒക്കെ ഒരുപക്ഷെ എക്സ്ട്രീം ബിയറിഷ് വ്യൂ എടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ചേക്കാം. ഇതിനകത്തും റിസ്ക് ഉണ്ട്. ഷോർട്ട് സ്ക്യൂസ്, ആൾക്കാർ തിരിച്ച് കൂടുതൽ ബൈ ഓർഡറുകൾ മാർക്കറ്റിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വീണ്ടും പ്രൈസ് തിരിച്ച് മുകളിലേക്ക് പോയേക്കാം. ഓവർ റിയാക്ഷൻ ന്യൂസ് ലീഡിംഗ് ടു പൊട്ടൻഷ്യൽ റീബൗണ്ട്. ഓവർ റിയാക്ഷൻ ആണ് മാർക്കറ്റിൽ നടക്കുന്നതെങ്കിൽ തിരിച്ച് വീണ്ടും മുകളിലേക്ക് തന്നെ സ്റ്റോക്ക് കയറി പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. നമ്മൾ എക്സ്ട്രീം ബിയറിഷ് വ്യൂ എടുത്ത് ഒരു സ്ട്രാറ്റജി ഡിസൈൻ ചെയ്താൽ സ്റ്റോക്ക് തിരിച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രാറ്റജി തെറ്റും. ആറാമത്തെ സ്ട്രാറ്റജിയാണ് ഹൈ വൊളാറ്റിലിറ്റി. ഹൈ വൊളാറ്റിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് റാപ്പിഡ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ പ്രൈസ് മൂവ്മെന്റ്. അതായത് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ വലിയ മൂവ്മെന്റ്, വളരെ വേഗത്തിലുള്ള വളരെ വലിയ രീതിയിലുള്ള മൂവ്മെന്റ്, അത് എങ്ങോട്ടാണ് എന്ന് വ്യക്തമല്ല. അതാണ് അൺപ്രഡിക്റ്റബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്ന് നമുക്ക് അറിയാൻ സാധ്യതയില്ല. എന്തോ ഒന്ന് നടക്കാൻ സാധ്യതയുണ്ട് ആ ഒരു സ്റ്റോക്കിൽ. ഒരുപക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം എന്തെങ്കിലും വന്നേക്കാം. അത് എങ്ങനെയാണ് വരിക നമുക്കറിയില്ല. അതനുസരിച്ച് സ്റ്റോക്കിന്റെ വില ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ താഴേക്കോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുകളിലേക്കോ പോയേക്കാം. അതാണ് ഈ ഹൈ വൊളാറ്റിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ എങ്ങും പോകാതെയും ഇരുന്നേക്കാം. പക്ഷെ ഈ ഒരു ഹൈ വൊളാറ്റിലിറ്റിയാണ് നമ്മൾ മനസ്സിൽ കാണുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഓപ്ഷൻ സ്ട്രാറ്റജികൾ എടുക്കുവാൻ പറ്റും. അത് വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിലല്ല, മറ്റൊരു വീഡിയോയിൽ. ഓക്കെ, ഇവിടെ ലാർജ് പ്രൈസ് മൂവ്മെന്റ്സ് ബോത്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. പ്രൈസ് മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. വീണ്ടും താഴെ പോയാൽ വീണ്ടും ഒന്നിൽ മുകളിലേക്ക് വീണ്ടും വരാം, അല്ലെങ്കിൽ വീണ്ടും ഫർദർ താഴേക്ക് പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ അവിടെ ഒരു പ്രൊഡിക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ആ സ്റ്റോക്കിൽ അത്രയും വലിയ മൂവ്മെന്റുകൾ നടക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മറ്റൊന്ന് എന്തെങ്കിലുമൊക്കെ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഒരു ഇൻഡിക്കേഷൻ ഉള്ളത് ഹൈ ഓപ്ഷൻസ് ആക്ടിവിറ്റി. ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി മീൻസ് മാർക്കറ്റിൽ പ്രൈസ്, ആ സ്റ്റോക്കിന്റെ പ്രൈസ് വളരെ വലിയ രീതിയിൽ മാറാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നത് നമ്മൾക്ക് മനസ്സിലാവുന്നത് ആൾക്കാർ ഓപ്ഷൻ വാങ്ങുമ്പോൾ ഓപ്ഷന്റെ വില കൂടുന്നു. അതായത് കൂടിയ വിലയ്ക്ക് മാത്രമേ ഇത് വിൽക്കുവാൻ ഓപ്ഷൻ സെല്ലേഴ്സ് തയ്യാറാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വാങ്ങാൻ വരുന്നവർ കൂടിയ വിലയ്ക്ക് ഇത് വാങ്ങാൻ നിർബന്ധിതരാകുന്നു. അപ്പോൾ സാധാരണയുള്ള ഒരു പൊസിഷനിൽ നിന്നും ഓപ്ഷന്റെ പ്രൈസ്
കൂടി എന്നർത്ഥം. അതായത് ഡിമാൻഡ് കൂടി എന്നർത്ഥം. ഡിമാൻഡ് കൂടി എന്ന് വിചാരിച്ച് സെയിലും പർച്ചേസും എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. പക്ഷേ ഡിമാൻഡ് കൂടുമ്പോൾ അവിടെ പ്രൈസ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് ഓപ്ഷൻ പ്രൈസ്, ഓപ്ഷൻ പ്രീമിയം കൂടുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഓപ്ഷൻ പ്രീമിയം കൂടുന്ന സാഹചര്യത്തെയാണ് ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി എന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ആൾക്കാരെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ അവർ കൂടിയ വില കൊടുത്ത് അവർ ഓപ്ഷൻ വാങ്ങാൻ റെഡിയാവുന്നത്. അതായത് എന്തോ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ട്രാറ്റജികൾ നമുക്ക് എടുക്കാൻ പറ്റും. ഹൈ വൊളാറ്റിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള സ്പെക്കുലേറ്റീവ് വ്യൂസ് ആണുള്ളത്. ഇതിൻ്റെ റിസ്ക് അൺസർട്ടനിറ്റി ആൻഡ് ഹൈ റിസ്ക്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി നമുക്ക് ചെയ്യുവാൻ പല സ്ട്രാറ്റജികളും ചെയ്യാം. എന്നാലും ബൈ സ്ട്രാറ്റജി ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, പ്രത്യേകിച്ചൊരു മൂവ്മെന്റ് നടന്നില്ലെങ്കിൽ ഓപ്ഷൻ പ്രീമിയം ഫുള്ള് നമുക്ക് നഷ്ടപ്പെടും. ഓവർ ട്രേഡിങ്ങിൻ്റെ ഒരു സാധ്യതയുണ്ട്. ഒരുപാട് പൊസിഷൻസ് പല ലെവലിൽ എടുക്കേണ്ടി വന്നേക്കാം. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള റിസ്കുകൾ. സോ നമ്മൾ 6 വ്യത്യസ്ത രീതിയിലുള്ള സ്പെക്കുലേറ്റീവ് വ്യൂസ് ആണ് പഠിച്ചത്. സ്പെക്കുലേറ്റീവ് വ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി കാണുമല്ലോ. നമ്മളൊരു വ്യൂ എടുക്കുകയാണ്, ഒരു ഏകദേശം ഒരു ഊഹം നടത്തുകയാണ്. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഊഹിച്ച് നമുക്കതിനെ പറ്റിയുള്ള മാക്സിമം അനാലിസിസ് ഒക്കെ നടത്തിയതിന് ശേഷം, നമ്മളൊരു ഊഹം നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഏതൊരു ട്രേഡ് ആണെങ്കിലും എടുക്കാൻ പറ്റൂ. വെറുതെ എന്തെങ്കിലും ഒരു ട്രേഡ് എടുക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും നമ്മളൊരു അസംഷൻ നടത്തിയിട്ടാണ് ഒരു ട്രേഡ് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ 1, 2, 3, 4, 5, 6 ഈ 6 രീതിയിലുള്ള ഇതിലേതെങ്കിലും ഒരു അസംഷൻസ് ആവാം നമ്മൾ പലപ്പോഴും എടുക്കാറുള്ളത്. ഇത് 6നും ചെയ്യാൻ പറ്റിയ സ്ട്രാറ്റജികൾ സ്വിംഗ് ട്രേഡിങ്ങിൽ ഉണ്ട്, ഓപ്ഷൻസ് ട്രേഡിങ്ങിലുണ്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോസാണ് ഈ ആഴ്ചകളിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. Please like, share, comment and subscribe. Happy investing.